പെന്തിക്കോസിനകത്ത് പോലും പിള്ളേർ പച്ച കുത്തിക്കൊണ്ടിരിക്കുക. വേദനയോടെ പറയുക പാസ്റ്റർ, സന്തോഷമില്ലല്ലോ. ചിലരുടെ കൈ പാമ്പ്, ചിലരുടെ കൈ പൂച്ച, എല്ലാം വരച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി ബൈബിളിൽ അത് നിയമമല്ല. നിന്റെ കൈക്കകത്ത് പച്ച കുത്താൻ ബൈബിളിനകത്ത് നിയമമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളാ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പച്ച കുത്തുക, അതുപോലെ തന്നെ ഏതാണ്ടൊക്കെ വരച്ചു വെക്കുക, രാജ്യത്തിൻ്റെ പടം വെച്ച്. എന്നാലൊരു ഉപദേശി ഇന്ത്യയുടെ പടം വെച്ചിട്ട് പറയുക ഞാൻ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്ന്. ബൈബിളിൽ 10 യുഗം, ശ്രദ്ധയോടെ 10 ഡിസ്പെൻസേഷൻസ്. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം. ക്ലാസ്സിലിരിക്കുന്നത് പോലെ കേൾക്കണം. ആദ്യം ദൈവം സൃഷ്ടിച്ചത് പ്രപഞ്ചത്തെയല്ല, അനാദി നിത്യതയിൽ ദൈവദൂതന്മാർ. അതിലൊന്ന് മീക്കായൽ കമാൻഡർ, ഗബ്രിയേൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ്റെ പോലെ സർവീസ്. വേറൊരുവനുണ്ടായിരുന്നു ലൂസിഫർ, അവനായിരുന്നു ആരാധന ലീഡർ. അവനാ സ്വർഗത്തോട് പറഞ്ഞത് ഞാൻ മേലോട്ട് കയറും, നിന്റെ സിംഹാസനത്തിലിരിക്കും. അരുണോദയപുത്രനായ ശുക്ര നീ വിട്ടേറ്റ് വേണ്ടത്. അങ്ങനെ അവനാ സാത്താനായത് ലൂസിഫർ. 2 നിൽക്കൽമഷയുഗം. ഇന്നലെ ഞാൻ പറഞ്ഞു ഏദനിനകത്ത് ദൈവം കൊടുത്ത കൃപ നഷ്ടപ്പെടുത്തി സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. നിൽക്കൽമഷയുഗം. 3 മനസാക്ഷി യുഗം. കായിൻ ഹാബേൽ ആരാധനയ്ക്ക് വന്ന, നല്ല കുഞ്ഞാടുമായ ആരാധനയ്ക്ക് വന്ന ഹാബേലിനെ കായിൻ വെട്ടിക്കൊന്നു. കായിനോട് സ്വർഗം ചോദിക്കുന്നു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദൈവം അനുദപിച്ചു. കായിൻ പറഞ്ഞാൻ അവൻ്റെ കാവൽക്കാരനോ. 4 ന്യായപ്രമാണ യുഗം. സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുവന്നു. 750 പ്രമാണം, 10 കൽപ്പന. എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം, ആ കൽപ്പനകൾ മറിഞ്ഞുടച്ചു. ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണിയായി സ്നാപക യോഹന്നാൻ. 5ാമത്തെ യുഗം സങ്കലന യുഗം. സ്നാപക യോഹന്നാൻ അവൻ്റെ തല താലത്തിൽ ഇറക്കുമെന്ന് സ്വർഗത്തിന് അറിയാം. അതുകൊണ്ട് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സങ്കലന യുഗത്തിൻ്റെ അവസാനം നമ്മുടെ മശിഹ ഭൂമിയിൽ വരുന്നു. ബൈബിൾ 66 പുസ്തകം, 39 നിഴൽ, 27 പൊരുൾ. ബൈബിളിനകത്തൊരു മിനി ബൈബിളുണ്ട്. അതാ യെശയ്യാ 39 പഴയ നിയമത്തിൻ്റെ പൊരുൾ. 40 തുടങ്ങുമ്പോൾ സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം കേട്ടു. മരുഭൂമിയിൽ ഒരുവൻ വിളിച്ചു പറയുന്നു, സർപ്പസന്തതികളെ വരുവാനുള്ള ദുർഘട ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് യഹോവയ്ക്ക് വഴി ഒരുക്കുവാൻ. സ്നാപക യോഹന്നാൻ പോയി. യേശു മിനിസ്ട്രി. അവൻ ബൈതലഹേമിൽ ഭൂജാതനായി മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30ാമത്തെ തിരുവയസ്സിൽ സ്നാനം. 33 തിരുവയസ്സിൽ അവൻ പരമയാഗമായി. 3-ാം ദിവസം തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം പാർത്തു. ഒലിവുമലയിൽ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. മക്കളെ ഞാൻ പോവുക. സന്തോഷമില്ലല്ലോ. മാർത്താണ്ഡത്തെ സെൻട്രൽ പാസ്റ്റർ പോയപ്പോൾ നമ്മുടെ ലോക്കൽ പാസ്റ്റർമാരെല്ലാം കൂടെ ഇങ്ങനെ കൈ കൊടുത്തുനിന്ന് അപ്പച്ചൻ പോയി, ഇനി ആര് നടത്തും? അപ്പം 2 ദൂതന്മാർ പറഞ്ഞു, യേശു പറഞ്ഞത് മാർത്താണ്ഡത്തേക്കാനെല്ലാം இந்த തമിഴ്നാട് കുമരി മാവട്ടമേ ചെയ്തിയെ കൊടുക്കാൻ. സ്വോത്രം. നീ ശമരിയിലും യഹൂദിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ചെയ്തികളെ കൊടുക്കാൻ. ആ ദൂതന്മാർ പറഞ്ഞു. അതാ മുമ്പോട്ട് പോണ സഭയോട് പറയാനുള്ള. ഗലീല പുരുഷന്മാരെ, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ മുഴുവനും മീൻപിടുത്തക്കാരായിരുന്നു. പറഞ്ഞത് ഗലീല പുരുഷന്മാർ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. അതാ ഒലിവുമലയവൻ വരുമെന്ന് പറഞ്ഞു. 6ാമത്തെ യുഗം ആ കൃപായുഗം. പെന്തക്കോസ് പെരുന്നാളിൽ 120 പേർ. സെഗിയോൻ മാളിക മുറിയിൽ. യോവേലിൻ്റെ പ്രവചനം. 107 വിശ്വാസ സമൂഹം. യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി. സ്വോത്രകാഴ്ച പാത്രം അടിച്ച യൂദായ്ക്ക് പകരം വേറൊരാളെ കിട്ടി, മത്തിയാസ്. സന്തോഷമില്ലല്ലോ. 120 പേർ സെഗിയോൻ മാളിക മുറിയിൽ ഇരിക്കുമ്പോൾ യോവേലിൻ്റെ പ്രവചനം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിലെ കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അത് താൻ കൃപായുഗം. കൃപായുഗത്തെ 3 സംഭവം നടക്കും. 1 ദൈവസഭ എടുക്കപ്പെടും. ഏതാ ദൈവസഭ? കത്തോലിക്കാന്നോ, IPC ആന്നോ, ചർച്ച കൂടാന്നോ, പിന്നെ അല്ലെങ്കിൽ മറ്റ് സഭകളാന്നോ? ഇതെല്ലാം ഡിനോമിനേഷൻസാണ്. ഏതാ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം. കരമുയർത്തുന്നവർക്കായി അവരെ ചേർക്കാൻ കാന്തൻ വരും. 2ാമത്തെ കാര്യം, ഈ ലോകത്തിൽ അന്തിമ യുദ്ധം ഉണ്ടാകും. അറബ് രാജ്യങ്ങളെല്ലാം റഷ്യയുടെ കീഴിൽ കയറാൻ പോവാ. കഴിവൻ തിട്ട ഞാൻ വരുമ്പോൾ അതാ പ്രസംഗിക്കുന്നത്. അറബ് രാജ്യങ്ങൾ റഷ്യയുടെ മുന്നിൽ അണിനിരക്കും. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ ആക്രമിക്കും. അന്നാളിൽ ജെറുസലേം ഭാരമുള്ള കല്ലാവും. ജാതികൾ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതാ വരാൻ പോകുന്ന സംഭവം. അത് കഴിഞ്ഞാൽ ലോകം തീരത്തില്ല. ഒരുവൻ ഭരിക്കാൻ വരും. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യയുഗം. അപ്പം കർത്താവ് വരുമോ? നമ്പർ 1 അമേരിക്കയിൽ
ടാക്സിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്, ചിലതിൽ, എല്ലായിടത്തും ഇല്ല. അതിനകത്ത് എഴുതിയിരിക്കുക ജീസസ് ബിലീവർ. ടാക്സി ഡ്രൈവർ വരുന്നവനോട് ചോദിക്കുക, അയ്യാ നീ രക്ഷപ്പെട്ടകത്തിൽ കയറി എന്ന് വെച്ചാൽ വല്ലവനും കയറുമോ? കയറക്കൂടാതെ. അതിക്കാർ സ്റ്റിക്കർ മനസ്സിലാക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, കാകളം കേട്ടാൽ ഞാൻ പോകും, മനസ്സിലാകുന്നവർക്കായി. 2, തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ. പണ്ട് ഡീസൽ എഞ്ചിൻ 9 കമ്പാർട്ട്മെൻറ്റ്. കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇന്ന് തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ, അന്ന് ഒരു ലോക്കോ പൈലറ്റേ ഉള്ളൂ. ഇന്ന് 15 കമ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക് എഞ്ചിൻ, ഒറ്റ പോക്ക്. അതിനകത്ത് 2 ലോക്കോ. മലയാളം. പാറശാല, ഇരണിയൽ, കുഴിത്തറ. പൈലറ്റ് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ കാകളം കേട്ടാൽ പോവും, ബാക്കി കമ്പാർട്ട്മെൻറ്റ് താഴെ വീഴും. അതിനുകൊണ്ട് ഒരു ലോക്കോയും കൂടെ നിർത്തിയിരിക്കുന്നു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. നിങ്ങൾ പിള്ളയെല്ലാം വെളിനാട്ടിക്ക് പോയിരിക്കുന്നത് അവർക്കിട്ട് കയറണം. അല്ലെ നമ്മുടെ അനന്തപുരിയുടെ മേളിൽ കയറിയാൽ മതി. പാറശാല വണ്ടി ഇട്ടേക്കുന്നല്ല, ഇപ്പോൾ പ്ലെയിനുകൾ നിരത്തിയിട്ടിരിക്കുന്നത്. പൊന്തമാവി കിളി ഇരിക്കുന്നല്ല, 2 എണ്ണം ഇരിക്കുന്നു. കിളിയെ കിളി, കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ. സന്തോഷമില്ലല്ലോ, മനസ്സിലാക്കുന്നവർക്കായി. 2 പൈലറ്റ് പ്ലെയിനകത്ത്. ഈ ദിവസങ്ങളിൽ ഞാൻ ഊരൂട്ടമ്പലത്ത് പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പൈലറ്റ് വന്നു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, കർത്താവേ ഇത് പൈലറ്റാണെന്നല്ലോ, പ്രസംഗം കേൾക്കാൻ വന്നല്ലോ. അപ്പോൾ പൈലറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നും യൂട്യൂബിലൊക്കെയാണ് കേൾക്കുന്നത്, നേരിട്ടിച്ചിരി കേൾക്കാമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെ അദ്ദേഹം വന്ന് യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇപ്പോൾ ഏത് റൂട്ടിലാണെന്ന്? ചെമ്പൂര് വെള്ളറടയാണെന്നോ നെയ്യാറ്റിൻകര നാഗർകോവിലാണെന്നോ ഒന്ന്. സന്തോഷമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം തിരുവനന്തപുരം സലാല 3 മണിക്കൂർ 30 മിനിറ്റ്, അടുത്ത ദിവസം തിരുവനന്തപുരം ദുബായ് 3 മണിക്കൂർ 55 മിനിറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഒറ്റയ്ക്കാണെന്നോ? അയ്യോ പാസ്റ്ററല്ലേ പറയുന്ന കർത്താവ് വരാറായെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ലോക്കോയും കൂടെ അസിസ്റ്റൻ്റ് പൈലറ്റ് ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു, അവിടെ ചെന്ന് ഇറങ്ങുമോ? കഷ്ടം, എവിടെ ഇറങ്ങാനാ? ഞാൻ അവിടെ ചെന്ന് ഫ്ലൈറ്റ് നിർത്ത്, ഒരു സാൻഡ്വിച്ചും ചായയും അതിനകത്ത് തന്നെ ഇരിക്കും. 1 മണിക്കൂർ കൊണ്ട് അടുത്ത ആൾക്കാർ കയറും, നേരെ വീണ്ടും തിരുവനന്തപുരം. ടോട്ടൽ 9.5 മണിക്കൂർ ഡ്യൂട്ടി. അപ്പം ഞാൻ ചോദിച്ചു, ഒന്ന് ചെയ്തോ പോര്? അപ്പോഴാണ് പറയുന്നത്, ഗുജറാത്തിൻ്റെ കടലിലെങ്ങാനും കയറുമ്പോൾ കാകളം കേട്ടാൽ ഞാൻ പോകും, ബാക്കിയെല്ലാം പറവോ ഉപ്പുവെള്ളം കുടിച്ചോലെ താഴെ വീഴുമെന്ന്. സന്തോഷമില്ലല്ലോ, നമുക്ക് IPC-കാർക്ക് സന്തോഷമില്ല. സ്വോത്രം. കൊയ്ത്തും കഴിഞ്ഞ് ഫലശേഖരവും കഴിഞ്ഞ് ഞാനും രക്ഷിക്കപ്പെട്ടില്ല. സ്വോത്രം. ലോക്കോ ട്രെയിനിൽ 2, പ്ലെയിനകത്ത് 2. ഇതാ കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരും, മൈക്രോ ചിപ്പുമായി. ഇവിടെ തൊട്ടാ പ്രസംഗം ആരംഭിക്കുന്നത്, ശ്രദ്ധയോടെ ഇരിക്കണം. സ്വർഗത്തിന് 3 ഘടകമുണ്ട്. 1, പിതാവായ ദൈവം. 2, നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായ പുത്രൻ ക്രിസ്തു. അവൻ പോയപ്പോൾ നമുക്കൊരു വാഗ്ദത്തത്തിൻ്റെ ശക്തി തന്നു. അതിൻ്റെ പേരാ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ സാത്താന് 3 ഘടകമുണ്ട്. 1, സാത്താൻ. 2, മൃഗം. 3, ഒരുവൻ പേര് കള്ളപ്രവാചകൻ. ഇവരുടെ 3 പേര് 1 നാഴിക ഭരിക്കും 7 വർഷം. അങ്ങനെയെങ്കിൽ വായിക്കുന്നു, ലോകം മൈക്രോ ചിപ്പിലേക്ക്. വെളിപ്പാട് 13, 11, 12 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അടുത്തത്, അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അവിടെ മോള് നിർത്തിയാട്ടെ. ഈ കള്ളപ്രവാചകൻ വരുമ്പോൾ 2 കൂട്ടരെ കയ്യിലെടുക്കും. അതാ 2 കൊമ്പ്. 1, മതം. 2, രാഷ്ട്രീയം. എവരോട് പറയും, ഇന്നത്തെ ഗൾഫിലെ പ്രതിസന്ധി തീർത്തു തരാം, ഗ്യാസിൻ്റെ പ്രശ്നം തീർത്തു തരാം, എണ്ണവില പ്രശ്നം തീർത്തു തരാം, ഡീസലിൻ്റെ പ്രശ്നം തീർത്തു തരാം, മഹാമാരിക്ക് കോവിഡ് വാക്സിൻ എല്ലാം ഞാൻ ശരിയാക്കി തരാം. അത്തി തളിർത്തു കൊമ്പിളതായി അവനടുക്ക വാതിൽക്കൽ. അങ്ങനെയെങ്കിൽ ലോക മനുഷ്യന്, ഇന്നലെ ഞാൻ പറഞ്ഞു, WW വഴി ഇൻ്റർനെറ്റ് കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനെ അവൻ എങ്ങനെ മോണിറ്റർ ചെയ്യും? മനുഷ്യനെങ്ങനെ മോണിറ്റർ ചെയ്യും? പറയാം. ഞങ്ങൾക്കെല്ലാം മൈക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇഷ്ടത്തിൽ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു മോൻ അവിടെ മിക്സ്ചറുമായിട്ട് മോണിറ്റർ ചെയ്യണം. ഈ മൈക്കുകളെ നിയന്ത്രിക്കുന്ന പോലെ മനുഷ്യകുലത്തെ നിയന്ത്രിക്കുവാൻ സാറ്റലൈറ്റ് വഴി കൊണ്ടുവരാൻ പോകുന്ന മൈക്രോ ചിപ്പ്. അതാ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവം. ഇംഗ്ലീഷ് ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. മോൻ കാണിച്ചാട്ടെ ലൈവിനകത്ത്. ദാണ്ട് ഏകലോക ഭരണവും മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ്. 7 കാര്യങ്ങൾ ഇന്ന് പകൽ ചിന്തിച്ച് നമ്മൾ അവസാനിക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യനക്കത്തിൽ അറിയപ്പെടുമോ? വായിക്കുന്നു, 1 ടൈം പാസ്വേഡ് OTP ലോകത്തിൽ വന്നു തുടങ്ങി. വായിക്കാം. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ. OTPയുടെ തുടക്കം. മോള് വായിച്ചാട്ടെ.
ചെറിയവരും വലിയവരും, അന്ന് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. മോൾ അവിടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, വാക്യം മാറ്റരുത്. മൃഗത്തിന്റെ പേരിന്റെ സംഖ്യ അതിപ്പോൾ വന്നു കഴിഞ്ഞു, OTPയും വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് മുദ്ര. അങ്ങനെയെങ്കിൽ കൈമേലും നെറ്റിമേലും. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുടക്കം. എല്ലാം സയന്റിഫിക് ആയിട്ടാണ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ദാണ്ടേ 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ 150 കോടി ജനങ്ങളിലേക്ക് അക്കത്തിൽ അറിയപ്പെടും. ഇന്ത്യ ആധാർ, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്ക സോഷ്യൽ സെക്യൂരിറ്റി, ഇസ്രായേൽ ID, സിംഗപ്പൂർ മലേഷ്യൻ സെക്യൂരിറ്റി നമ്പർ. എല്ലാ രാജ്യത്തും മനുഷ്യൻ അക്കത്തിൽ. എല്ലാവരും കേൾക്കണം. നിങ്ങൾ ആധാർ എടുക്കാൻ പോയപ്പോൾ അച്ചായ അമ്മാമ്മേ ചെന്നുടനെ ആധാർ എടുത്തില്ല. നിങ്ങളുടെ കൈ എല്ലാവരിലും പതിപ്പിച്ചു. 2 സിസ്റ്റർ പറഞ്ഞില്ലേ നെറ്റി കാണീര്. അതിൻ്റെ അർത്ഥം നെറ്റി സ്കാൻ ചെയ്തു. അതിൻ്റെ അർത്ഥം കണ്ണിൻ്റെ റെറ്റിനയും എടുത്തു, നെറ്റിയും സ്കാൻ ചെയ്തു. ഇതാ വരാൻ പോകുന്ന മൈക്രോചിപ്പിൻ്റെ ഇംപ്ലാന്റേഷൻ. അതിന് ഇന്ന് ഇന്ത്യയിൽ ഒരു മന്ദിരമുണ്ട്, നീതി ആയോഗ്. അവരുടെ ഫോട്ടോ മാർത്താണ്ഡത്തുകൊണ്ട് അക്ഷയയുടെ കീഴിൽ നീതി ആയോഗ്. എല്ലാം അന്ത്യകാലം. 2ാമത് കോവിഡിന് വേണ്ടി നിങ്ങൾ പോയി എവിടാ ചൂട് നോക്കിയത്? നിങ്ങൾ ചർച്ച് ക്ലോസ് പണ്ടി ഇരിക്കത്, അരുമயான ഊഴിയക്കാരൻ വരുന്നത്. നിങ്ങൾ കാലയിലല്ല ചൂട് നോക്കിയത്, കൈ ഇൻഫ്രാറെഡ് മീറ്റർ തലയിൽ ചൂട് നോക്കി. അങ്ങനെയെങ്കിൽ ഇൻഫ്രാറെഡ് മീറ്റർ വെച്ച് ചൂട് നോക്കിയെങ്കിൽ വരാൻ പോകുന്നു ഇന്നത്തെ നമ്പർ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും. അതിനാസ്പദമായി ഇന്ന് വന്നു കഴിഞ്ഞു OTP. എന്താ ഓൺ ടൈം പാസ്വേഡ്? എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് നിങ്ങളുടെ വാഹനത്തിന് പുക ടെസ്റ്റ് ചെയ്യാൻ പോയാൽ പണ്ട് ഭാരതാട്ടത്ത് പോയി സ്കൂട്ടറിന് 80 രൂപ കൊടുത്താൽ കീ കൂക്കു സർട്ടിഫിക്കറ്റുമായിട്ട് പോകാം. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. ഇന്നത്തെ പ്രത്യേകത എന്താ? നിങ്ങൾ വാഹനമായിട്ട് അവിടെ ചെല്ലുമ്പോൾ പൊല്യൂഷൻ സെൻറ്ററുകാർ പറയും, എന്താ പറയുന്നതെന്നറിയാമോ? ഒരു OTP വരും. അത് തമിഴ്നാട്ടിലെ കാര്യം എനിക്കറിയത്തില്ല. നിങ്ങളുടെ തൊട്ടടുത്ത് പനച്ചിമൂട്, വെള്ളറട, കാരക്കോണം കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അവിടെ OP ടിക്കറ്റ് നിങ്ങളുടെ ബന്ധുക്കളോട് ചോദിക്കണം. ഇളഞ്ചരക്കാർ മത്തമ്പാലക്കാർ കേട്ടോ, അവിടെ OP ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ 10 രൂപ കൊടുത്താൽ മതി. പക്ഷേ അവർ ചോദിക്കും മൊബൈൽ ഉണ്ടോ എന്ന്. ആ മൊബൈലിനകത്ത് നമ്പർ വന്നെങ്കിലേ OP ടിക്കറ്റ് കിട്ടത്തുള്ളൂ. കേരളം. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം ചേച്ചിമാരോട് പറയാം, നിങ്ങൾ കുക്കിംഗ് ഗ്യാസ് ബുക്ക് ചെയ്ത് തമിഴ്നാട്ടിൽ വായി കാണും. പണ്ട് 950 രൂപയും കൊടുത്ത് ചേച്ചി സിലിണ്ടറുമായിട്ടിരുന്ന ഗ്യാസ് വരുകരുത്. ഇന്ന് അതാണോ? ബുക്ക് ചെയ്താൽ തന്നെ ഗ്യാസ് ഇല്ല. വരുമ്പോൾ അവർ ചോദിക്കും ആൻറ്റി നമ്പർ സന്തോഷമില്ലല്ലോ, സ്വോത്രം. നമ്പറില്ലെങ്കിൽ ഗ്യാസ് ഇല്ല, പിന്നെ കാണാം കർവാപ്പസി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇതെല്ലാം വരുന്നത് കൈമേലും നെറ്റിമേലും. അന്ത്യസംഭവം. അങ്ങനെയെങ്കിൽ വരുന്നു 666 സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്ത് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നു. അതിൻ്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. വായിക്കാം അടുത്ത വാക്ക്. മനുഷ്യനക്കത്തിൽ OTPയുടെ പൂർണ്ണരൂപം വരുന്നു. വായിക്കാം മോളെ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. ഇതാ 3 പേർ ഒരാഴ്ചവട്ടത്തേക്ക് ഭരിക്കും. അതാ ദാനിയേൽ പറയുന്നത്, ഒരാഴ്ചവട്ടത്തെ നിയമത്തെ കഠിനമാക്ക്. ഇന്നത്തെ നമ്പരെല്ലാം അവൻ്റെ കയ്യിൽ ചെല്ലും. അതാ ഇന്നലെ ഞാൻ പറഞ്ഞ WW666. അങ്ങനെയെങ്കിൽ 2009 ആധാർ, 2013 നിങ്ങളുടെ ATM കാർഡ് മുഴുവൻ മൈക്രോചിപ്പ്, 2015 ആനയുടെ വാലിൽ മൈക്രോചിപ്പ്, 2018 ഇന്ത്യൻ പാസ്പോർട്ട്. ദാ കിടക്കുന്നു വിരാട് കോഹ്ലി നാസിക്കിൽ നിന്ന് അടിച്ച പാസ്പോർട്ടിൽ പറഞ്ഞ് എനിക്ക് മൈക്രോചിപ്പ് വേണം, എയർപോർട്ടിൽ കാത്തിരിക്കാൻ വയ്യാവും. 2018, 2021 അരിമയാന വാഹനം ഇവിടെ കിടക്കുന്നത് അതിൻ്റെ തലയിൽ വന്നു. അതിന് ആൾക്കാർ പറയുന്നത് ഫാസ്ടാഗ് എന്ന്. ഫാസ്ടാഗ് അല്ല, അതിൻ്റെ പേര് RFID. അതിനകത്തുകൊണ്ട് മൈക്രോചിപ്പ് ടോള് കട്ട് ചെയ്യാൻ. കോവിഡ് കഴിഞ്ഞപ്പോൾ 2023 ആയപ്പോൾ നമ്മുടെ കളിക്കാവള ചായ പരിപ്പ് വട കീ കൂക്കു QR കോഡ് കരമുയരുന്നില്ലല്ലോ കുഞ്ഞമ്മാമേ, മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കുന്നത് ഈ QR കോഡ് കയ്യിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ പേര് മൈക്രോചിപ്പ്. ഇന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നിങ്ങൾ വീട്ടിലിരുന്ന് പ്ലെയിൻ ബുക്ക് ചെയ്യാം. വീട്ടിൽ എങ്ങോട്ടും പോകണ്ട. എന്നിട്ട് എന്താ സംഭവം എന്നറിയാവോ?
അവിടെ ചെന്നിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. എന്താ? ദാണ്ട ബാർകോഡ്, ദാണ്ട് ഈ ബാർകോഡ് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് ഡോറ് തുറന്നു വരുന്നു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് നിങ്ങളുടെ ചേട്ടന്മാർ ദുബായ്, അബുദാബി, ഷാർജ ഇറങ്ങുമ്പോൾ പണ്ട് അറബിയ പാസ്പോർട്ട് കാണിക്കണം. ഇപ്പം കണ്ണടയ്ക്കുക, കണ്ണ് തുറയ്ക്കുക. അല്ലേലുയ്യ, സന്തോഷമില്ലല്ലോ. ഡയറക്റ്റ് പോവാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പരിപാടി റെഡിയായി. അതിൻ്റെ പേരാ ലോകം വിരൽ തുമ്പിൽ, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. കൈവച്ചാൽ ബിസ്ക്കറ്റ്, കൈവച്ചാൽ ബിരിയാണി. കര ഉയരുന്നില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈമുദ്ര ഇടുവോ? വായിക്കാം, ബൈബിളിനകത്തുണ്ട്. എല്ലാം കൈമുദ്ര ഇടും. പണ്ട് സിം കാർഡിന് എന്തൊരു ബുദ്ധിമുട്ട്. പൂരിപ്പിച്ചു കൊടുക്കണം, ആധാർ കൊടുക്കണം, വഴിയാധാരമായ പേപ്പർ കൊടുക്കണം. ഇപ്പം കളിക്കാവിലെ ഒരുത്തം കൊടയായിട്ട് നിൽക്കുക. കാത്തിരക്കോ ദന്തമാക്കൻ ജിയോയിലേക്ക് ജാവോ. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കാത്തിരക്കോ ദന്തമാക്കൻ ജിയോയിലേക്ക് ജാവോ. അപ്പുറത്ത് അടുത്ത കൂടെയായിട്ട് മറ്റവർ ചേച്ചി വാങ്ങേ കാത്തിരക്കോ എയർടെലിലേക്ക് ജാവോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒന്നും വേണ്ട. ബൈബിളിനകത്തുണ്ടോ? മനുഷ്യൻ കൈവച്ച് റേഷൻ, കൈവച്ച് കാർഡ്, കൈവച്ച് ബാങ്ക്, ഇതെല്ലാം സംഭവിക്കും. ഇതിൻ്റെ പേരാ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും. വരുന്നു മൈക്രോചിപ്പ്. ബൈബിൾ എടുക്കാം. ഇയ്യോബ് 37:7 വായിക്കാം. ഞാൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും, താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. എല്ലാവരും കൈമുദ്രയിട്ട്. 2 വയസ്സുള്ള കുഞ്ഞോട്ട് 85 വയസ്സുള്ള അപ്പച്ചന് തമിഴ്നാട്ടിൽ നിന്ന് പെൻഷൻ മേടിക്കാൻ കൈമുദ്രയിട്ട്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പച്ചന് വയ്യ. വിളവങ്കോട് താലൂക്കിൽ നിന്ന് ആഫീസുകാർ വന്നിട്ട് ലാപ്ടോപ്പ് കീക്കി കൂക്കു പെൻഷൻ കിട്ടുമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എവിടം വരെ? ഇതാ ബൈബിൾ. ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ, അദ്ദേഹമായി ഇയ്യോബ്. ആരാ? അതിൻ്റെ പ്രത്യേകത, അണക്കെട്ടുണ്ടാവും നമ്മുടെ ചുറ്റുവരും. അത് കഴിഞ്ഞ് തൃപ്പരപ്പിലും അണക്കെട്ടുണ്ടാവുമെന്ന് ഇയ്യോബാ എഴുതിയത്. ഇയ്യോബിൻ്റെ പുസ്തകം എന്തൊരു നല്ല 100 കണ്ടുപിടുത്താവും. അവൻ വെള്ളം തടഞ്ഞു നിർത്തി അതിൽ നിന്ന് ശക്തി പുറപ്പെടുവിക്കും. ഇയ്യോബ് പ്രസംഗിച്ച എത്ര സമയം. ഇയ്യോബ് ആരായിരുന്നു? നാളെ യോഗമില്ല. നല്ല പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സ്വോത്രം. സാത്താനൊന്ന് വിസിറ്റ് ചെയ്തു. നമ്മുടെ UK വിസിറ്റ് പോയോല്, ഊളിയക്കാരൻ പോയാൽ അവിടെ ചെന്നപ്പോൾ സ്വർഗം ചോദിച്ചു, മാർത്താണ്ട പാലം കുലുങ്ങോ എന്നല്ല ചോദിച്ചത്, വിളവങ്കോട് പ്രവീൺ സാർ ജയിക്കുമോ എന്നല്ല ചോദിച്ചത്, നമ്മുടെ വിജയ് അണ്ണൻ മന്ത്രിയാവോ എന്നല്ല ചോദിച്ചത്. എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവെച്ചുവോ? കരമുയർത്തുന്നവർക്കായി ഇന്ന് പകൽ മൂവോട്ട് പോകണം. ദൈവസഭയിൽ ലൈവ് ആര് കേട്ടാലും ഒരു കാര്യം ഞങ്ങൾക്ക് പറയാം. പ്രസംഗിക്കുന്നവനെ ലോകം മുഴുവൻ അറിയൂ. സ്റ്റേജിൽ പാട്ട് പാടുന്ന മക്കളെ ലോകം മുഴുവൻ അറിയൂ. അപ്പച്ചാമ്മച്ചി സഭാ നേതാക്കളെ ലോകം മുഴുവൻ അറിയൂ. എന്നാൽ മുട്ടുമടക്കി കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇവിടെ പേരുള്ള പലരും അവിടെ പേര് കാണത്തില്ല. പക്ഷേ രാവും പകലും ഗീതങ്ങൾ പാടി കർത്താവിൻ്റെ ബന്ധനത്തിൽ നിലനിൽക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് പ്രാർത്ഥനയും അടുത്തു പോരുത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. മരണാനന്തര ജീവിതം. ബാക്കി 5-6 കാര്യം പറയുമ്പോൾ നിർത്താം. അപ്പോൾ ഇയ്യോബ് ഇപ്പം പ്രസവം കഴിഞ്ഞു. ആകെ ഇപ്പം ശരീരത്തിന് പരുക്കളൊക്കെ ബാധിച്ചു. ഞങ്ങളുടെ ഭാര്യമാരെ കണക്ക് സമ്പത്തുള്ളപ്പോൾ അച്ചായനെ നോക്കും. അച്ചായൻ്റെ സൗന്ദര്യം പോകുമ്പോൾ കളിയിൽ കൊണ്ടിരുത്തും. സന്തോഷമില്ലല്ലോ. പാവപ്പെട്ട ഇയ്യോബിനെ ഇപ്പം കളിയിൽ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും ചായയും. അത് കഴിഞ്ഞിട്ട് കൂട്ടുകാർ, അവൻ്റെ കൂട്ടുകാർ എലിബസും ബിന്ദാദും അൽബകാമും കുഴിമന്തിയും. സന്തോഷമില്ലല്ലോ. അമ്മമ്മ ട്രാക്ടർ എല്ലാം എടുത്ത് വിറ്റു. എന്നിട്ട് കൂട്ടുകാർ പറഞ്ഞു ഇനി നിർത്താൻ കർത്താവ് വരത്തൊന്നുമില്ല. ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. വീണ്ടും യോബ് പറഞ്ഞ പ്രത്യാശയുടെ വാക്ക്, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. മനസ്സിലാകുന്നവർക്കായി. മരണാനന്തര ജീവിതമുണ്ടോ? ഇപ്പം പറഞ്ഞുതരാം. പല പെന്തിക്കോസുകാരും ഇപ്പോൾ പറയുന്ന ഭാഷ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചാൽ മതിയെന്ന്. സന്തോഷമില്ലല്ലോ. ഇവർ കേൾക്കേണ്ടിയുണ്ടാവും. എന്താ മരണാനന്തര ജീവിതം? ബഥാനിയിൽ നല്ലൊരു വീടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ. അവിടെ ആരുണ്ടായിരുന്നു? 3 പേര്. മാർത്ത ചേച്ചി കട്ടൻ ചായ ഇടും, മറിയ ചേച്ചി നോട്ട് എഴുതും, ലാസർ പോസ്റ്റർ ഒട്ടിക്കും. സന്തോഷമില്ലല്ലോ. ഇതായിരുന്നു ബഥാന്യ. യേശു ഒരു ബൈബിൾ കോളേജ് നടത്തി, ആത്മീയ മന്നയുടെ കണക്ക്. 3 വർഷം കഴിഞ്ഞ് എല്ലാവർക്കും BTH കൊടുത്തു. കോവിഡ് വന്ന് യേശു പൂട്ടിപ്പോയി. ലാസറിന് 1 ഷുഗർ, അവൻ്റെ കാലിൻ്റെ നഖമെടുത്തു. 2 ബൈപ്പാസ് കഴിഞ്ഞു. 3 ഇപ്പോൾ ക്യാൻസറിന് കീമോയുമായി. അവസാനം എന്തായി? അവനൊരു വല്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ നമ്മുടെ മുമ്പോട്ട് പോണത്തെ ആൾക്കാരെല്ലാം പറഞ്ഞു, യേശു ഇവിടെ വന്ന് കപ്പ അയിലയൊക്കെ തിന്നത് അവർ വാട്സപ്പ് അയക്കായി, വരാൻ സൗഖ്യമാക്കായി. ഒരു മറുപടിയില്ല. നാട്ടുകാർ പരിഹസിച്ചു, എത്ര കപ്പ തിന്ന്, എത്ര കട്ടൻ ചായ എന്ന്. യേശു വന്നില്ല. സ്വോത്രം. അങ്ങനെ സഹോദരിമാർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. ലാസർ കണ്ണ് തുറക്കും. ഉടനെ ലാസർ ചോദിക്കുന്നത്, കൊട്ടറക്കോണത്ത് നിന്ന് കുഞ്ഞപ്പൻചാൻ വന്നു എന്നല്ല ചോദിക്കുന്നത്, യേശു വന്നു എന്ന്. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. അവൻ്റെ പ്രത്യാശ അതായിരുന്നു. സഹോദരിമാർ പറഞ്ഞു, ബ്രദർ വരും.
തമ്പി വരും. അവസാനം ലാസർ മരിച്ചു. ശീലകളെല്ലാം ചുറ്റിക്കൊണ്ട് അവിടെ കൊണ്ടുപോയി ലാസറിനെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കി. 1-ാം ദിവസം യേശു വന്നോ? ഇല്ല. 2-ാം ദിവസം യേശു വന്നോ? ഇല്ല. 3-ാം ദിവസം യേശു വന്നോ? വന്നില്ല. നാട്ടുകാർ പറഞ്ഞു 4-ാം ദിവസം യേശു വന്നു. എന്താ 4-ാം ദിവസത്തിൻ്റെ പ്രത്യേകത? 2 കാര്യം. യഹൂദൻ്റെ പ്രത്യേകത കല്ലറയ്ക്ക് ചുറ്റും ആത്മാവ് 3 ദിവസം കറങ്ങുന്നു. കട്ടകാലത്തിനങ്ങാണ് യേശു വന്ന് പ്രാർത്ഥിച്ച് ലാസർ ഉയർത്തെഴുന്നേറ്റ പള്ളി പരീക്ഷന്മാർ പറയും ആത്മാവിനെ കയറ്റി ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന്. അതുകൊണ്ടാണ് വരാഞ്ഞത്. അപ്പച്ചൻ മരിച്ചിട്ട് 2 കൊല്ലമായി. ഇതുവരെ ജ്യോതിമോള് കല്ലറയുടെ അതിലേക്ക് കൂടെ പോകത്തില്ല. സന്തോഷമില്ലല്ലോ അപ്പച്ചൻ അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നവർക്കായി. അപ്പച്ചൻ കല്ലറയുടെ അവിടെ ഒന്നുമില്ല. ചില വീട്ടിൽ കല്യാണം, പപ്പ മരിച്ചുപോയി, മമ്മി കുഞ്ഞോളാൻറ്റി കുഞ്ഞുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു തത്ത അല്ല ഒരു പ്രാവിരുന്ന് ഒട്ടയിലിരുന്ന് പാട്ട് പാടും കുറുക്കുർ. ഉടനെ കുഞ്ഞോളാൻ്റെ പാസ്റ്റോട് പറയും പപ്പയ്ക്ക് മോടെ കല്യാണം കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു, എന്തായാലും പ്രാവിൻ്റെ രൂപത്തിൽ പാട്ട് പാടുവന്നു. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം അത് പറയുന്നത്. ബാക്കിയൂടെ കേട്ടാട്ട് അമ്മച്ചിമാർക്ക് ബാക്കിയൂടെ കേട്ടാട്ട് TPM ദി പെന്തക്കോസ് മിഷൻ അവിടെ ഒരു അരുമയാണ് അപ്പച്ചൻ, അവർ കൊട്ടാരക്കര. ഞാൻ അവരുമായിട്ട് നല്ല അടുപ്പാണ് TPMകാരുമായിട്ട്. അപ്പം ഞാൻ അപ്പച്ചനുമായിട്ട് ഒരിക്കൽ സംസാരിച്ചു. അപ്പച്ചൻ ഒരു കഥ പറഞ്ഞു. കൊട്ടാരക്കരക്കടുത്ത് വാളകം അവിടെ ഒരു വീട്ടിൽ ഒരു മോള് കല്യാണത്തിന് അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ പോയി. അപ്പച്ചൻ പ്രാർത്ഥിച്ച് ഓരോരുത്തരും വന്ന് കുഞ്ഞിന് ഷെയ്ക്കാൻഡ് കൊടുത്തപ്പോൾ 85 വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ കണക്ക് കുഞ്ഞ് സംസാരിക്കുന്നു. കുഞ്ഞിൻ്റെ മമ്മി ഉടനെ പറയാ ജോസ്മിയുടെ കല്യാണം കാണാൻ വല്യമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇപ്പം ശരീരത്തെ കയറി പ്രൈസലോട് കൊടുക്കുവാന്ന്. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം. ഉടനെ അപ്പച്ചൻ പറഞ്ഞു 1 ഗ്ലാസ് വെള്ളം എടുത്തോ, LDF വരും, എല്ലാം ശരിയാകുമെന്ന്. ശ്രോത്രം. അപ്പച്ചൻ ഒറ്റ പ്രാർത്ഥിയിൽ ജോസ്മി മോള് താഴെ കിടക്കുന്ന വെള്ളം കുടിച്ചപ്പോൾ ആളെ എഴുന്നേറ്റ്. ശ്രോത്രം. അപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു വല്യമ്മച്ചിയാണെന്ന്. വല്യമ്മച്ചി പോയ വഴി പോയി വല്യമ്മച്ചോടൊക്കെ ഇറങ്ങിയ പിശാചാ കയറിയെന്ന്. ശ്രോത്രം. ഇങ്ങനെ കല്യാണ വീട്ടിലൊക്കെ വരുമ്പോൾ അതുകൊണ്ട് അപ്പച്ചൻ കല്ലറയിലൊന്നുമില്ല. ഒന്നീ അടയ്ക്കുക നിത്യ വീട്, അതിന് രക്ഷ പ്രാപിക്കണം. ഇല്ലെന്നുണ്ട് ധനവാൻ അച്ചായം കിടക്കുന്ന പോലെ താഴെ കിടക്കും, 7-Up പ്രൈസലോട് അടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. ബാക്കി കൂടെ കേട്ടാട്ടെ. അങ്ങനെയെങ്കിൽ മരണാനന്തര ജീവിതം ഇന്ന് പകൽ ബാക്കി കേട്ടോ. ഒരു മനുഷ്യൻ്റെ ശരീരം മണ്ണിൽ വച്ചാൽ 1-ാം ദിവസം ബ്ലഡ് ക്ലോട്ട് ആവും. കാരക്കോണം മെഡിക്കൽ കോളേജ്. 2 അതിനാ ഫ്രീസറിൽ വെക്കുന്നത്. 2-ാമത്തെ ദിവസം നീര് വെക്കുവാൻ. 3-ാമത്തെ ദിവസം അസ്ഥികൾ ഉരുകാൻ തുടങ്ങും, മാറാൻ തുടങ്ങും. 4 നാറ്റം. മനസ്സിലാകുന്നവർക്കായി മെഡിക്കൽ സയൻസ്. മരണാനന്തര ജീവിതം. യേശു വന്നു. യേശു വന്നിട്ട് എന്താ ചോദിച്ചത്? ലാസറിനെ എവിടെ അടക്കിയത്? ഉടനെ അവർ പറഞ്ഞത് ആ കല്ലറയിൽ. സഹോദരിമാർ പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരണം സംഭവിക്കുകയില്ലായിരുന്നു. നേരെ എവിടെ കൊണ്ടുപോയി? കല്ലറയ്ക്ക് അവിടെ കൊണ്ടുപോയി. യേശു ഒരു വിളി വിളിച്ചു. വാക്യം വായിക്കണ്ട. യോഹന്നാൻ 11:43 ലാസറേ ലാസറേ പുറത്ത് വരിക. അവൻ പടാ പുറത്ത് വന്ന്. ഉടനെ 108 ആംബുലൻസ് എടുത്തോ? മൂകാംബികയെ കൊണ്ടുപോയോ? ഇല്ല. കാരക്കോണത്ത് കൊണ്ടുപോയോ? ഇല്ല. യോഹന്നാൻ 12:2 യേശുവിൻ്റെ കൂടെ ഒരു പന്തി ഉണ്ടായിരുന്നു, അതിനകത്ത് ഉയർത്തെഴുന്നേറ്റ ലാസറും ഉണ്ടായിരുന്നു. ഇതാ മരണാനന്തര ജീവിതം. ഇന്ന് പകൽ 3 ഗുണം ദൈവസഭ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. യോബ് അതുകൊണ്ടാ പറഞ്ഞ് അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ കാത്തിരിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ബാക്കി ഇസ്രയേൽ മൈക്രോ ചിപ്പ് വെക്കോ. இந்த பக்கத்து அருமையான அனுமதி பெய்த்தோம் இருக்குது. അവിടെ ഒരു വാക്യമുണ്ട്, അതാ ഇപ്പോൾ പറയാൻ പോകുന്നത്. യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കോ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ, 3 കമ്പ്യൂട്ടർ കമ്പനികൾ, വിജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ. അതിലൊന്ന് IBM, അത് കഴിഞ്ഞ് ഇൻഡൽ, അത് കഴിഞ്ഞ് വേറൊരു കമ്പനിയുണ്ട് മൈക്രോസോഫ്റ്റ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് എല്ലാം ലോകത്തിൻ്റെ മധ്യപകുതിയ പശ്ചിമേഷ്യയിലാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൽ കോവിഡ് കാലം, എല്ലാവരും കേട്ടാട്ടെ, പാസ്റ്റർ ശ്രദ്ധിക്കാം. കോവിഡ് കാലം ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുക്കാം, കുഞ്ഞുങ്ങളുടെ ചിപ്പ് വരാം. അതിൻ്റെ പേര് ഷാബ്, കുഞ്ഞു ചിപ്പ്. വലിയവർക്ക് വലിയ ചിപ്പ് കൈഷാൻ. അപ്പോൾ അവിടുത്തെ മോശയുടെ തലമുറകളുണ്ട്. അവരെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന ഹസദിക്ക് ഹർദിക്ക് നെട്ടൂരി കർത്ത. അവർ ബെഞ്ചമിൻ നെതന്യാഹുവോട് പറഞ്ഞ് കസേരയിൽ നിന്ന് വലിച്ച് ഞങ്ങൾ താഴെ ഇറക്കുമെന്ന്. ഞങ്ങൾ മൈക്രോ ചിപ്പ് വെക്കത്തില്ല. അതിനാസ്പദമായി ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതാ ഇസ്ലാം സഹോദരങ്ങൾ പറയുന്ന ആയത്ത്. മൂസാ നബിയാണ്. അതിനകത്ത് മൈക്രോ ചിപ്പ് വെക്കാൻ അവരെ അനുവദിക്കത്തില്ല. ബൈബിളിനകത്തുണ്ടോ യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കുമോ?
എന്തുകൊണ്ട് മൈക്രോ ചിപ്പ് വെക്കത്തില്ല? പുറപ്പാട് പുസ്തകം എടുത്താട്ടെ. യഹൂദൻ ലോകത്തിൽ ഒരിക്കലും മൈക്രോ ചിപ്പ് വെക്കത്തില്ല. പുറപ്പാട് പുസ്തകം 13:9 കുഞ്ഞൊന്ന് വായിച്ച് സഹായിക്കണം. യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിലുണ്ടായിരിക്കേണ്ടതിന്, നിന്റെ വായിലുണ്ടായിരിക്കേണ്ടതിന്, ഇത് നിനക്ക് നിന്റെ കയ്യിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപകലക്ഷ്യമായും ഇരിക്കണം. മോൾ അവിടെ നിർത്തിയാട്ടെ. അമ്മാമേ, അച്ചായ, ഇതെല്ലാം അന്ത്യകാല പ്രഭാഷണമാണ്. ഈ വെളിപ്പാട് പുസ്തകം ഇപ്പം പെന്തിക്കോസിൽ ആരും പ്രസംഗിക്കുന്നില്ല. മനസ്സിലാകുന്ന പ്രകാരം കർത്താവിൻ്റെ വരവില്ല. ഞങ്ങൾ 1, 2, 3 പേര് മാത്രമേ ഇത് പറയുന്നുള്ളൂ. എന്താ ഇതിൻ്റെ പ്രത്യേകത? യഹൂദൻ്റെ വചനം കയ്യിൽ ചുറ്റിയേക്കും. 2, അവൻ്റെ തലയിൽ ചുറ്റിയേക്കും. അതിൻ്റെ പേരാ യൂദ്ഹേ വൗഹേ. അങ്ങനെയെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് ഭരണത്തിൽ വരും. സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യുവാൻ അവനൊരു കാര്യം ചെയ്യും, മൈക്രോ ചിപ്പ് കൊടുക്കുക. യഹൂദൻ്റെ കയ്യിലിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം, അവൻ്റെ പുതിയ നിയമമൊന്നുമില്ല, മോശയുടെ ന്യായപ്രമാണം, അവൻ ഈ ചിപ്പ് വെക്കത്തില്ല. അന്ന് അവൻ്റെ പീഡ തുടങ്ങുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ. കരമുയർത്തുന്നവർക്കായി എതിർ ക്രിസ്തു. 2, യഹൂദൻ കൈമേൽ വരയ്ക്കുമോ? ഇന്ന് പച്ചയ്ക്ക് കേൾക്കണം, ഭാഷ സഹിതം കേൾക്കണം. പാടുന്ന കുഞ്ഞുങ്ങൾ പെന്തിക്കോസിനകത്ത് പോലും പിള്ളേർ പച്ച കുത്തിക്കൊണ്ടിരിക്കുക. വേദനയോടെ പറയുക ഭാഷ, സന്തോഷമില്ലല്ലോ. ചിലരുടെ കൈ പാമ്പ്, ചിലരുടെ കൈ പൂച്ച, എല്ലാം വരച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി. ബൈബിളിൽ അത് നിയമമല്ല. നിന്റെ കൈക്കകത്ത് പച്ച കുത്താൻ ബൈബിളിനകത്ത് നിയമമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളാ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പച്ച കുത്തുക, അതുപോലെ തന്നെ ഏതാണ്ടൊക്കെ വരച്ചു വെക്കുക, രാജ്യത്തിൻ്റെ പടം വെച്ച്. എന്നാളൊരു ഉപദേശി ഇന്ത്യയുടെ പടം വെച്ചിട്ട് പറയുക, ഞാൻ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്ന്. എന്തോ ചെയ്യാനാ പാസ്? നിന്റെ ബൈത്തോമിനകത്ത് ഒരു പടം വെച്ചിട്ട് കരം ഉയർത്തി, ഇന്ത്യ ദൈവം അനുഗ്രഹിക്കട്ടെ. കൈ പച്ച കുത്താൻ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിനകത്തുണ്ടോ പച്ച കുത്താൻ പറഞ്ഞ്? വായിക്കാം മാമ. ഇതുകൊണ്ടാണ് യഹൂദൻ പച്ച കുത്താത്ത. ലേവ്യ പുസ്തകം 13:28 കുഞ്ഞു വായിച്ചാട്ടെ. ലേവ്യ പുസ്തകം. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ. ഇതായി പച്ച കുത്തുന്നേ. നിങ്ങൾ ഈ വരയ്ക്കുന്ന സാധനങ്ങൾ കൈക്കകത്ത് ഇന്ന്, ഞാൻ എൻ്റെ പേര് കുഞ്ഞുങ്ങൾ പറയുന്നത് ടാറ്റു, എന്തൊക്കെ ടു ആയാലും കുഴപ്പമില്ല, സ്വോത്രം. ഇത് വരയ്ക്കാൻ ക്രിസ്ത്യാനിക്ക് നിയമമില്ല. കണ്ടോ? പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ, നിറം മങ്ങ്, സ്കിന്നിന്റെ നിറം മങ്ങിയാൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പാകുന്നു. അവൻ ശാപം കിട്ടിയവനാ പഴയ നിയമപ്രകാരം. അതനുസരിച്ച് പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. കിടക്കുന്ന ചത്താലും യഹൂദൻ പച്ച കുത്തത്തില്ല. അത് യഹൂദന്റെ ന്യായപ്രമാണം. പുതിയ നിയമസഭയുടെ എന്താ? പൊന്നെ വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ഞാൻ നിങ്ങളെ നിലയ്ക്ക് വാങ്ങൂ. അതുകൊണ്ട് ഇവിടുത്തെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ കോളേജ് ക്യാമ്പസിൽ പോയി നാട്ടുകാർ ടാറ്റു അടിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും ടാറ്റു അടിക്കരുത്. സ്വോത്രം. നീ അക്കരെ നാട്ടിൽ പോകത്തില്ല, ഞാൻ ഇനി വന്നാലും. അത് യഹൂദൻ്റെ ശാപം. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു വരും. എന്താ? അവൻ്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് കൊടുക്കും. യഹൂദൻ വണങ്ങത്തില്ല, യഹൂദൻ ചിപ്പേക്കത്തില്ല. അതിൻ്റെ പ്രത്യേകത എന്താ? ഇന്നലെ ഞാൻ പറഞ്ഞു, റോബോട്ട് യെരുശലേമിൻ്റെ ദൈവാലയത്തിൽ അന്ത്യകാലത്ത് റോബോട്ടിനെ കൊണ്ടുവെക്ക്. പുറപ്പാട് 24 വായിക്കേണ്ട മക്കളെ. മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതൊന്നിൻ്റെ വിഗ്രഹത്തെ യഹൂദൻ വണങ്ങത്തില്ല. രണ്ടാമത്തെ കാര്യം ദാണ്ട ഇതാ, പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിലം മങ്ങുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിമിർപ്പ്. മക്കളെ, ഒരു കാരണവശാലും യഹൂദൻ എന്ത് ചെയ്തോ? കൈക്കകത്ത് മൈക്രോ ചിപ്പ് വെക്കത്തില്ല. അന്നേ കളിക്കാവള ചെക്ക് പോസ്റ്റിൽ നിന്ന് SI വിൻസെന്റിന് നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്ന 2 ചെറുപ്പക്കാർ തുപ്പാക്കി വെച്ച് വെടിവെച്ചതുപോലെ വെടിവെക്കുകയല്ല ചെയ്യുന്നത്. യഹൂദന്റെ കഴുത്തറക്ക്. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. ഇന്ന് പ്രഭാതത്തിൽ യഹൂദന്റെ ആലയത്തിനകത്ത് റോബോട്ട് വരുന്നവൻ വണങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ, നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. ഇന്ന് പകൽ മൂവോട്ടുകോണ സഭയോട് മൈക്രോ ചിപ്പ് വെക്കാത്ത യഹൂദന്റെ തല, IS-ന്റെ ഭീകരന്മാർ കഴുത്തറുത്ത് രക്തം താഴെ വീഴുന്ന കാലം വരാറായി. എന്നാൽ നമ്മുടെ പ്രത്യാശ, യഹൂദന്റെ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് കുമരി മാവട്ടത്തിൽ ഒരു സംഭവം നടക്കും. ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ആശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവണ്ണയും തന്നു. എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി ചീന്തി. എനിക്ക് ദാഹിക്കുന്നു. സകലത് നിവർത്തിയ
പാലസ്റ്റായ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു. അപ്പച്ച അമ്മച്ചി എൻ്റെ യേശു അപ്പച്ചൻ്റെ നെഞ്ചിനകത്ത് കുത്തി 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴിക്കെങ്കിൽ യഹൂദന്റെ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേര് സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. മൂവോട്ട് പോണ മൈപീസിയെ സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് പകൽ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂടായി മാറ്റായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ശബരബ ശൗടല ശംദരധികജല. ഇനി ഒരു വാക്യം എടുക്കണം. 3 വാക്യം കൂടെ കഴിയുമ്പോൾ കറക്റ്റ് സമയമാവും. ഒരു വാക്യം എടുക്കണം. TPMന്റെ പൈത്തോമിൻ്റെ മുമ്പിൽ ഈ വാക്യം എഴുതിയിട്ടുണ്ട്. ഒറ്റ പെന്തിക്കോസുകാരും പ്രസംഗിക്കത്തില്ല. ഇനി നമ്മൾ വായിച്ചാട്ടെ. ആമോസിന്റെ പ്രവചനം 4:12 വാക്യം വായിക്കാം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. അടുത്ത വാക്ക്. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കര ഉയരുന്നില്ലല്ലോ. இந்த கழுவந்தொட்டா மேல்பால மேல்புறம் எங்கேயோ அருமையான சர்ச் இருக்குது. பின்னாடி ஒரு வாக்கியத்தை கொடுத்திருக்குது. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി ഇതാ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൈക്രോ ചിപ്പ് കയ്യിൽ വരുമോ? സാറ്റലൈറ്റ് വഴി നിങ്ങളെ നിരീക്ഷിക്കുമോ? 6 കാര്യം കേൾക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ നിങ്ങളുടെ IT എഞ്ചിനീയർ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ എവിടെ വന്നു? ആധാർ. പണ്ട് പറഞ്ഞ ആധാർ വേണമെങ്കിൽ എടുത്താൽ മതിയെന്ന്. അയ്യോ, ഇന്ന് ആധാറില്ലാത്ത കാര്യമില്ല. വഴിയാധാരമായ ആധാർ. സന്തോഷമില്ലല്ലോ. എന്തിനും ആധാർ. ഞങ്ങളുടെ നാട്ടിലെ 1 മിനിറ്റ് പറഞ്ഞുതരാം. ഞങ്ങളുടെ നാട്ടിൽ ബാബിസ്റ്റിലെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു 10 സെൻറ്റ് വീടും ഒരു മാരുതിയുടെ 800 കാറുമേ ഉള്ളൂ. എല്ലാവരോടും പറയുന്നത് ഒന്നുമില്ലെന്ന്. ഒരിക്കൽ അദ്ദേഹം അക്ഷയ കട അടയ്ക്കാൻ പോയി. പോയപ്പം 2 വർഷത്തെ കരം അടച്ചില്ല. അപ്പോൾ ആ പങ്കൊച്ച് പറഞ്ഞ് ആധാർ നമ്പർ തരാമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന്. അപ്ഡേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെങ്കോട്ടയ്ക്ക് അടുത്ത് പുളിയറയ്ക്ക് 10 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. കരം ഉയരുന്നില്ലല്ലോ. ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, ആധാർ. ഞങ്ങളെപ്പോലുള്ള ഊളിയക്കാർ പറയും ഒന്നുമേ കിടയാതെ. സ്വോത്രം. സന്തോഷമില്ലല്ലോ. കമ്പ്യൂട്ടർ അടിക്കുമ്പോൾ എല്ലാം തെളിഞ്ഞു വരും മനസ്സിലാകുന്നവർക്കായി. അതാണ് അന്ത്യകാലം വഴിയാധാരമായ ആധാർ. അതുകൊണ്ട് അച്ഛാ ചെല്ലുമ്പോഴേ ചോദിക്കുന്ന വഴിയാധാരമായ ആധാർ തരാം. ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നത് വെളിനാട്ടിൽ നിന്നാണ്. ഇതെല്ലാം വരുന്നത് ഇസ്രായേൽ ആദ്യത്തെ ടെക്നോളജി. ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകനെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ കൊണ്ടുവരുന്നത്. ആധാർ കഴിഞ്ഞിട്ട് 2 അവസാനം ഞാൻ പറഞ്ഞുതരാം. ATM കാർഡ് ഇപ്പം 4 ചിപ്പ്. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA 4 ചിപ്പ്. ഇത് കൈ കയറാൻ പോകും. അതാ പ്രസംഗം. 3 വാക്യം കൊണ്ട് നിർത്തി തരാം. ബാക്കി മറ്റൊരിക്കൽ. അത് കഴിഞ്ഞിട്ട് ആനയുടെ വാലെ മൈക്രോ ചിപ്പ്. സന്തോഷമില്ലല്ലോ. പണ്ട് മലയടി ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം ആനയെ പാപ്പാൻ കൊണ്ടുവന്ന് ഇത് നടത്തുമായിരുന്നു. ഇപ്പം പാപ്പ ആനയെ കൊണ്ടുവരട്ട് പളികൾ കാവൽത്തുറ അധികാരികൾ ചോദിക്കുക ആനയുടെ മൃഗഡോക്ടറെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മൃഗഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആനയെ എഴുന്നള്ളിക്കാൻ പറ്റൂ. അപ്പോൾ ആനയുടെ പാലെ ചിപ്പുണ്ടോ? പറഞ്ഞുതരാം. നമ്മുടെ ഇടുക്കി വിറപ്പിച്ച ഒരു കൊമ്പനുണ്ടായിരുന്നു, അരിക്കൊമ്പൻ. അപ്പോൾ ഇപ്പോൾ എവിടെ നിൽക്കുന്ന കോതയാറിൽ. ഇന്നാൾ മലയാള മനോരമയിൽ ഒരു ഫോട്ടോ. അരിക്കൊമ്പൻ വെള്ളം കുടിക്കുന്നു. ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്ററെ അരിക്കൊമ്പൻ മാനസാന്തരപ്പെട്ടിപ്പോൾ വെള്ളം കുടിയൊക്കെ തുടങ്ങിയെന്ന്. സ്വോത്രം. അവൻ ചോദിക്കുക മനോരമക്കാരവിടെ എടുത്ത് ഫോട്ടോ എടുത്തത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ, മനോരമക്കാരവിടെ ഫോട്ടോ എടുക്കാൻ പോയി അവൻ്റെ ക്യാമറ പോലും കിട്ടത്തില്ല. സ്വോത്രം. ആനയുടെ വാലയിൽ മൈക്രോ ചിപ്പ് സാറ്റലൈറ്റ് വഴി എടുക്കുന്ന ഫോട്ടോ ആയത്. അപ്പം ഇനി നിങ്ങൾ മനസ്സിലാക്കണം. ഒരാനയുടെ തൂക്കം എത്ര? 4000 കിലോ. കുഞ്ഞാനയുടെ തൂക്കം എത്ര? 3000. മേയ്ക്കുന്നതാരാ? മലയടി മാധവൻ ചേട്ടൻ. സന്തോഷമില്ലല്ലോ. 55 കിലോ ചുള്ളിവടി, ഒരു മൊബൈൽ ഫോൺ, കീശ, ഒരു കുപ്പി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എവിടുന്ന് തുടങ്ങും? വരുന്നു കളിക്കാവിള, പനങ്കാല, മലയടി, മൂവോട്ട് വേണം, കീ കൂക്കു, ഒറ്റപ്പോക്ക്. സ്വോത്രം. 4000 കിലോ ഉള്ള ആന മലയടിയിലെ മാധവൻ ചേട്ടൻ നിയന്ത്രിക്കുന്നു. അപ്പം മനുഷ്യനെ ഉണ്ടാക്കിയതാരോ? കുരങ്ങാന്നോ ചിമ്പാൻസിയാന്നോ? അല്ല, അതിശയവും ഭയങ്കരവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കരമുയർത്തുന്നവർക്കായി അടക്കി വാഴുക. റെഡിയായില്ലയോ? 4ാമത്തെ കാര്യം പാസ്പോർട്ട്. ഇനി എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്, പാസ്റ്റർമാർക്കും ബാക്കിയുള്ളവർക്കും. അതുകൊണ്ടാണ് വിരാട് കോഹ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എയർപോർട്ടിൽ കാത്തിക്കാൻ വയ്യ. എത്ര രാജ്യത്ത് വിസയുണ്ടെന്ന്
ഈ എയർപോർട്ടിൽ കൈവെക്കുമ്പോൾ ലാപ്ടോപ്പ് പറയണം അതിനാണ് RFID. നാസിക്കിൽ നിന്ന് വരുന്ന പുതിയ പാസ്പോർട്ട് മൊത്തവും റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ മനസ്സിലാകുന്നവർക്കായി. കണ്ടോ, ഞാനത് കാണിച്ചു തരാം. ഏറ്റവും നിർണായകമായി ദാണ്ടേ പാസ്പോർട്ട് RFID. ദാഴക്കുന്നു മലയാള മനോരമ വന്ന വാർത്തയാണ്. എല്ലാ പാസ്പോർട്ടിൻ്റെ പേരിലും മൈക്രോ ചിപ്പ്. ഇവിടുത്തെ സഭയിലൊരു പയ്യന് ദുബായ് വിസയുണ്ട്, മസ്കറ്റ് വിസയുണ്ട്. ഓരോ പേപ്പർ മറിക്കാൻ സമയമില്ല. അവിടെ ചെല്ലുമ്പോൾ ലാപ്ടോപ്പിൻ്റെ മേളിലോട്ട് QR കോഡ് വെച്ച് ചെയ്യുമ്പോൾ അവൻ ഏത് രാജ്യത്ത് പോകാൻ തന്നെ ഡോറ് തുറന്നു വരും. അന്ത്യകാലം. അതിനാസ്പദമായി ഇനി ഈ ചിപ്പ് വച്ചാൽ നിങ്ങളെന്നും ക്യൂ നിൽക്കണ്ട. അതിനാസ്പദമായി വലിയ ഷോപ്പിംഗ് മാളിൽ പോയ എത്ര പേരുണ്ട്? വലിയ ഷോപ്പിംഗ് മാൾ. അവിടെ ചെല്ലുമ്പോൾ ഗേറ്റ് തുറക്കാൻ ആരെങ്കിലും വേണോ? നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിഴലടിക്കുമ്പോൾ ഡോർ തുറന്നു വരും. അങ്ങനെയെങ്കിൽ ഇന്ന് ശാസ്ത്രലോകം പറയുന്നു, കയ്യോ തലയിലോ ചിപ്പ് വച്ചാൽ അവൻ ദൂരെ നിന്ന് വരുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എയർപോർട്ടിൻ്റെ വാതിലുകൾ തന്നെ തുറന്നു വരും. അന്ത്യകാലം. ഒരു ഗവൺമെൻറ്, ഒരു മൈക്രോ ചിപ്പ് ഒരു ലോകത്തിലേക്ക് വരുന്നു. അതിനാസ്പദമായി ഇന്ന് എവിടെ ചെന്നാലും QR കോഡ് മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടല്ലയോ കളിക്ക് അവിടെ അമ്മച്ചീരുന്ന് വിളിക്കത്തില്ലോ, മാമ്പളം 3 കിലോ 100, 3 കിലോ 100. ചേട്ടൻ പറയും കൈ കാശില്ല. അമ്മച്ചാണ്ടൊരു പേപ്പർ ഇങ്ങോട്ട് കാണിക്കും, ഒന്ന് അടിച്ചേക്കാൻ 100 കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. സ്വത്രം അപ്പോഴേ ക്രെഡിറ്റ് ചെയ്തു ബാങ്ക് അക്കൗണ്ടിൽ. ഇതെല്ലാം ഇനി വരണമെങ്കിൽ കൈക്കകത്ത്. ഇവിടെ ആ സയൻസ് വരുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതെല്ലാം കൈക്കകത്ത് വരുമെന്നും. നമ്മുടെ റസൂലുള്ളാഹി പാസ്റ്റർ പണ്ട് മൂവോട്ടുകോണത്ത് ഒരു കൺവെൻഷൻ വെച്ച്, എല്ലാവരും സയൻസ് കേൾക്കണം, 3 കാര്യം കൂടെ പറഞ്ഞ് നിർത്തും പാസ് പറയുന്ന സമയത്ത്. പണ്ടൊരു കൺവെൻഷൻ വെച്ച് നമ്മുടെ സൗണ്ട്സുകാർ വന്നെല്ലാം സെറ്റ് ചെയ്ത് അവർ അന്ന് കളിക്കാവിളയിലും കണ്ട് പെട്രോൾ കിട്ടു, ഡീസൽ മേടിക്കാൻ പോയി. CD ഇട്ട് കേട്ടുകൊണ്ടിരുന്നതാ. ആ സമയത്ത് കട്ടായിപ്പോയി. പാസ്റ്ററിൻ്റെ നെഞ്ചുവേദന, റെക്കോർഡും കേൾക്കുന്നില്ല, നാട്ടുകാർ വിളിക്കുകയും ചെയ്യുക, കൺവെൻഷൻ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പം യവന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ മൈക്കാർ ഡീസൽ മേടിച്ചല്ല, അവർ സൗണ്ട് കട്ടു. ഇന്ന് സൗണ്ട്സുകാർ വന്ന് എല്ലാം സെറ്റ് ചെയ്ത്, എന്നിട്ട് റോസമാമ ബ്ലൗസേ കൊത്തുന്ന പോലെ ഒരു പിന്നെടുത്ത് ഒറ്റ കുത്ത് പെൻഡ്രൈവ്. സന്തോഷമില്ലല്ലോ. അവൻ കളിക്കാവിളയും പോയി, കറങ്കലും പോയി, തോവാളയും പോയിട്ട് വന്നാലും ഇവിടെ പാട്ട് തീരത്തില്ല. കരം ഉയർത്തുന്നവർക്കായി സ്വത്രം. ഇതാ സയൻസ്. ദാണ്ടൊരു പെൻഡ്രൈവിനകത്തൊരു ഫിലമെൻ്റ് കയറ്റിയാൽ എത്ര പാട്ട് വേണം, ഒരു 400 പാട്ട് വരെ കേൾക്കാം. എനിക്കിപ്പോഴും അനുഭവമുണ്ട്. 4 കൊല്ലം മുമ്പ് വരെ ഞാൻ ട്യൂട്ടോറിയൽ ഫിസിക്സ് എടുത്തുകൊണ്ടിരിക്കാം. ഒരു ദിവസം ഒരു മമ്മി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പാസ്റ്റർ സാറിൻ്റെ ക്ലാസ് മുഴുവൻ മോള് എങ്ങനോ മൊബൈൽ റെക്കോർഡ് ചെയ്ത് ഇപ്പം പെൻഡ്രൈവിനകത്താക്കി രാത്രി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കൊരു സംശയം, പെങ്കൊച്ചുങ്ങളോട് വല്ലതും മിണ്ടാൻ പറ്റൂ. അപ്പം വേറെ മാത്സ് എടുക്കുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, സാറേ ഈ പെങ്കൊച്ചു പെൻഡ്രൈവിനകത്തിരുന്ന് ആ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതെന്ന് അവിടെ മമ്മി പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞ് വിഷമിക്കേണ്ട, എവിടെ ഞാൻ പൊക്കിക്കോളാന്ന്. സ്വത്രം. അപ്പോൾ എന്താ, ഒരു ദിവസം വന്ന് സ്കൂളിൽ ട്യൂഷൻ സെൻറ്ററിൽ വന്നപ്പോൾ അവർ ബാഗ് നോക്കിയപ്പം പെൻഡ്രൈവ് കിട്ടി. സ്റ്റാഫ് റൂമിൽ ടീച്ചർമാരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എന്താ, ഫിസിക്സ് അല്ല, മമ്മൂട്ടിയുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്ക് ആ സ്വത്രം. ഇതുപോലെ മൂവോട്ട് കോണത്തെ പല പെങ്കൊച്ചുങ്ങളും രാത്രി മമ്മിയോട് പറയും, ഞാൻ നോക്കുക എമ്മി നോക്കുക, എൻ്റെ പൊന്നു മമ്മി പാല് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കണം, വിജയണ്ണൻ്റെ സിനിമ കാണുവാന്നൊന്ന് മനസ്സിലാക്കുന്നവർക്കായി. ഇങ്ങനെ പെൻഡ്രൈവ് എടുക്കുന്നവർ പലരും കാണും. സ്വത്രം. ഇതെല്ലാം ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയല്ല. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഒരു ഫിലമെൻറ്റിലാക്കാം. ഇനിയാണ് പ്രസംഗം. കറക്റ്റ് വരാൻ പോവാ. അങ്ങനെയെങ്കിൽ ഒരു ഫിലമെൻറ്റിലാക്കിയാൽ മനുഷ്യൻ്റെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്യാം. എല്ലാവരും കേട്ടോണേ. അതിൻ്റെ പേരാ ഫ്യൂച്ചർ ഫാന്റാസിയ. കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് +2 10ാം ക്ലാസ് കഴിഞ്ഞ മോളൊക്കെ കേട്ടോണേ. നിങ്ങൾ കയറാൻ പോകുന്ന ഇതാ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബൈബിൾ ഇപ്പോൾ പഠിപ്പിച്ചു തരാം. അതിൻ്റെ പ്രത്യേകത, ഈ ചിപ്പ് വെക്കാൻ നമ്മുടെ ഒരു ബാൻഡേഡ് കൈ ചുറ്റുന്ന പോലെ ചുറ്റിയാൽ മതി. കയ്യിൽ ഒരു മൈക്രോ ചിപ്പും ബാറ്ററിയും. 2, ജോൺസൺ പറയുന്നു, ഞങ്ങളിത് വെക്കാം, നിങ്ങളുടെ മൊബൈൽ വേണ്ട, സാറ്റലൈറ്റ് വഴി മനുഷ്യനെ നിരീക്ഷിക്കാം. അതിൻ്റെ ഇംഗ്ലീഷാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും, ഈ ഭാഷ എന്തുവാ പറയുന്നത്? ഞാൻ കേരളത്തിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികமாக ചെയ്തി കൊടുക്കാൻ വരുന്നത്. മാർത്താണ്ഡ സായംകുടി തടിക്കാർക്കോണം ഇങ്ങെല്ലാം വരുന്നത്. എൻ കയ്യിലിരിക്കുന്ന മൊബൈൽ കേരള മൊബൈൽ. ഞാൻ ഇഞ്ചിവള കഴിയുമ്പോൾ അതിനകത്ത് വരുന്നത് സെൽ 1. സന്തോഷമില്ലല്ലോ? സ്വത്രം. ഞാൻ തമിഴ്നാട്ടിൽ കയറി എൻ്റെ ഭാര്യ മക്കളും അറിഞ്ഞില്ല മൊബൈൽ അറിഞ്ഞെന്ന്. സ്വത്രം. 800 സാറ്റലൈറ്റ് ആകാശത്തിലുണ്ട്. അതിൻ്റെ പേരാ ഗലീലിയോ പ്രോജക്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടുന്ന് കേരളത്തിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സെൽ 1 മാറി BSNL. അത് കാണുന്നുവെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്
വൈഫൈ സാറ്റലൈറ്റ് വഴി ഇറങ്ങി വരും. അതാ ഈ ലൈവ് ഇന്നലെ ഞാൻ പറഞ്ഞത്. കയറ് വേണ്ട, വയർ വേണ്ട, ഒരു കൊച്ചു പെട്ടി വെച്ച് ഇന്ന് നമ്മുടെ സഭയുടെ ആരാധന 110 രാജ്യത്ത് ഇറങ്ങിച്ചെല്ലും. അത്രയും സംവിധാനം വന്നെങ്കിൽ ഒരുവൻ വന്നു. ഇതാ അന്ത്യകാലം. എലോൺ മസ്ക്. ആരാ എലോൺ മസ്ക്? 2016 അമേരിക്കയിൽ ഒരു കമ്പനി സ്ഥാപിച്ചു. അതിൻ്റെ പേരാ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. അതിനോടനുബന്ധിച്ച് അവനൊരു കാര്യം തന്ന സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ. നമ്പർ 1, മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുവാൻ, ഒരു തലച്ചോറിനെ മോണിറ്റർ ചെയ്യുവാൻ ഇന്നൊരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ പേരാ എലോൺ മസ്ക്. ദാണ്ടേ മക്കളെ, ഇത് കറക്റ്റ് കൊടുക്കണം. ഇന്റർനെറ്റ് വഴി തലച്ചോറുകളെ ബന്ധിപ്പിക്കാം. മലയാളം ഭാഷയും കാണിക്കാം. തലച്ചോറുകൾ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് വഴി കറക്കിയെടുക്കാം. ഒരു മൈക്രോ ചിപ്പ് വെച്ചാൽ അതിൻ്റെ പേരാ ഫ്യൂച്ചർ ഫന്റാസിയ. ലോകം കാണാൻ പോകുന്നു ഒരു മനുഷ്യന്റെ തലച്ചോറ്. ഈ 3 കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് നിർത്താം. ഒരു മനുഷ്യന്റെ തലച്ചോറ് 3 ഘടകമുണ്ട്: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ഓബ്ലാങ്കേറ്റ. ഇത് ബ്രെയിൻ മാപ്പ് വേണ്ട സാറ്റലൈറ്റ് വഴി എടുക്കാം. ഒരു മനുഷ്യന്റെ തലയിൽ എത്ര ചിന്ത? 40 ചിന്ത. ഒരു മണിക്കൂറിൽ 2400 ചിന്ത എൻ്റെ തലയിൽ കൂടെ പോകും. ഇപ്പൊ ഇവിടെ വയ്ക്കുന്ന ഞാൻ കാനഡ വരെ എൻ്റെ ചിന്ത വായിക്കാം. അത് സാറ്റലൈറ്റ് വഴി എടുക്കാം. അതിൻ്റെ പേരാ ഫ്യൂച്ചർ ഫന്റാസിയ. അങ്ങനെയെങ്കിൽ കൈ മൈക്രോ ചിപ്പ് കൊടുത്ത് ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ലോകത്തെ കൊണ്ടുവരാൻ പോകുന്നു. അവൻ അടുക്ക വാതിൽക്കൽ. വെളിപ്പാട് 13:10. ഒരു മൈക്രോ ചിപ്പ് വെച്ച 6 കാര്യം വായിക്കാം. വെളിപ്പാട് കൊണ്ടുപോകുന്നവന് അടിമയായി പോകും. മോൾ അവിടെ നിർത്തിയാട്ടെ. ദാണ്ട് ഇന്റർനെറ്റായി പറയുന്ന തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്നത്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്ത വാക്ക്, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അതിന് കൊലപാതകങ്ങൾ ഒരുപാടുണ്ടാവും. സഭകളിൽ ആക്രമണം ഉണ്ടാവും. ഇന്നലെ ഇവിടുന്ന് പ്രസംഗിച്ച് കഴിഞ്ഞ് പ്രഭാകർ സാറിന്റെ വീട്ടിൽ പോയപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ രക്ഷയിൽ അവിടെയും തോക്കെടുത്ത് വെടി. അമേരിക്കയുടെ പ്രസിഡന്റ് കൊട്ടാരം. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വാർത്ത കാണാം. ദാണ്ട് എല്ലായിടത്തും വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കപ്പെടും. അടുത്തത്, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. വിശ്വാസം കൊണ്ട് ആവശ്യം. അടുത്ത വാക്ക്, അന്ത്യം വരെ കാത്തിരിക്കുന്നവരെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും, അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായകമായി വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് മെഡിക്കൽ സയൻസ് ഒരു കാര്യം പറയുന്നു. എന്താ മെഡിക്കൽ സയൻസ് ഒരു കാര്യം പറയുന്നത്? നിങ്ങളെ കാണിച്ചു തരാം. ഒരു വാക്കുകൂടെ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം അവസാനിപ്പിക്കാം. മെഡിക്കൽ സയൻസ് ഒരു വാക്ക് പറയുന്നു. ഇന്ന് പല വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്. പക്ഷാഘാതം, പോളിയോ, ഇതൊക്കെ വന്ന പലർക്കും എഴുന്നേക്കാൻ പറ്റത്തില്ല. അവർ കിടക്കുന്നെങ്കിൽ ലോകം കണ്ട സംഭവം ഇതാ ടെലിപ്പതി. എല്ലാവരും ഈ വാർത്ത കാണണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് കൊടുക്കണം. അന്ത്യകാലം. ദാണ്ടെ ലോകം ടെലിപ്പതിയിലേക്ക് ഇതാ കിടക്കുന്നു. മൈക്രോ ചിപ്പ് വെച്ച് മരുന്ന് നിർണ്ണയിക്കാൻ പോകുന്നു. എല്ലാവരും കേൾക്കണം. ദാണ്ടെ മസ്തിഷ്കത്തിൽ മൈക്രോ ചിപ്പ്, ന്യൂറോലിങ്ക്, എലോൺ മസ്കിൻ്റെ. ഇതെല്ലാം വീട്ടിൽ ചെന്ന് ഇന്ന് കർത്തൃമേശയ്ക്കുമ്പറ്റി നമ്മുടെ ഓൺലൈൻ എടുത്ത് നിങ്ങൾ കാണണം. ഒരു പയ്യൻ 8 വർഷമായിട്ട് പക്ഷാഘാതം പിടിച്ച് കിടക്കുക. എലോൺ മസ്ക് എന്തോ ഇതെന്നറിയാവൂ, കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുത്ത്. ദാണ്ടേ ഈ പേനയുടെ വില എനിക്കറിയത്തില്ല. ഞാൻ മൂവോട്ട് കൊണത്ത് വന്ന് പാസ്റ്റുമായിട്ട് കടയിൽ പോയപ്പോൾ ബാർകോഡ് നോക്കിയപ്പോൾ വില കിട്ടി, കമ്പനിയും കിട്ടി. അപ്പം ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ ഇന്ന് എലോൺ മസ്ക് കാണിച്ചിരിക്കാം. 8 മണിക്കൂർ ചെസ് കളിച്ചു. പക്ഷാഘാതം, സ്ട്രോക്ക്, തളർവാദം, കിടക്കുന്നവൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുത്താൽ തലച്ചോറ് പ്രതികരിക്കും. ഏത് മരുന്ന് കൊടുക്കണം അവൻ എഴുന്നേൽക്കും. മെഡിക്കൽ സയൻസിനകത്ത് വിപ്ലവം വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വരും. അമ്മാമേ, കൈമേലും നെറ്റിമേലും. ഇതുകൊണ്ടാണ് ഞങ്ങൾ ചങ്ക് തകർന്ന് പ്രസംഗിക്കുന്നത്. ദാണ്ടേ എല്ലാവരും ഇന്ന് വീട്ടിൽ പോയി കാണണം. അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ കയറിയത് ബ്ലാക്ക് മാൻ ബരാക് ഒബാമ, കയ്യിൽ മൈക്രോ ചിപ്പ്. സ്വിറ്റ്സർലൻഡിൽ ചിപ്പ്, സ്വീഡനിൽ ചിപ്പ്. എലോൺ മസ്കും കൊടുത്തു. നമ്പർ 1 ആരോഗ്യത്തിന് വേണ്ടി. അപ്പൊ ഞങ്ങളുടെ ബൈബിള് ശരിയാണോ മക്കളെ? 4G ഇല്ല, 5G ഇല്ല. പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വർഗം പറഞ്ഞു, കൈമേലും നെറ്റിമേലും ചിപ്പ്. കരമുയർത്തുന്നവർക്ക് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി പ്രസംഗിക്കുന്നവൻ, ഇത് ഉയർത്തുന്നവൻ, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി മക്കളെ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ആൾക്കാർ കൂടി തയ്ച്ചു കൊടുക്കണം. അന്ത്യകാല സംഭവം. പാസ്റ്റ് ഇത്രയും സമയം കൊണ്ട് കൺവെൻഷൻ സ്റ്റേജിലേക്ക് ഇത്രയും പോകാൻ പറ്റത്തില്ല. നമ്പർ 1, 5 കാര്യം പറയുമ്പോൾ നിർത്താം. രണ്ടാമത്തെ കാര്യം, ഇന്ന് പല മനുഷ്യരിലും ക്യാൻസർ ഉണ്ട്. മനുഷ്യ ശരീരം തുറന്നു വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മൈക്രോ ചിപ്പ് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടോ, ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് ഇത് കാണിക്കുമെന്ന്.
ഇയർലി ഡിറ്റക്റ്റഡ് ക്യാൻസർ, ഇയർലി ഡിറ്റക്റ്റഡ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ആര് വെക്കും? നിങ്ങളെപ്പോലുള്ളവർ വെക്കോ? എന്നെപ്പോലുള്ള ഉപദേശിമാർ വെക്കും. 10 വർഷം കൂടെ പ്രസംഗിച്ചാൽ പൈസ കിട്ടുമല്ലോ, സന്തോഷമില്ലല്ലോ. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, 5 കാര്യം നിങ്ങൾ കേട്ടോണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്, മൂവോട്ട് കൊടുത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ പോകുന്നത് തിരുവനന്തപുരം. ഒരു ദിവസം ഇപ്പം 8000-ൽ പരം പേര് വരുന്നു, വെളിനാട്ടിൽ നിന്ന് പലരിന്നും. കറുത്തവൻ വെളുത്തവൻ, ഇവരെന്തിനു വരുന്നു? എല്ലാവരെയും പിടിച്ചിർത്തി നോക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ദാണ്ട് നമ്മുടെ ചർച്ചിൻ്റെ മുമ്പിൽ ഒരു ക്യാമറ വെച്ചാൽ ചർച്ചിനകത്ത് കിട്ടുന്ന പോലെ ക്യാമറയിൽ ഒരു മൈക്രോചിപ്പ് വെച്ചാൽ എല്ലാവരും കേൾക്കണം. വരുന്നവൻ്റെ തലയിലെ കാര്യം ലാപ്ടോപ്പ് പറയുമെന്ന് ഈ മോൺ റെക്കോർഡ് ചെയ്യുന്ന പോലെ അത്രയും ഗതിവേഗത തെറ്റിക്കുന്ന മൈക്രോചിപ്പ് എലോൺ മസ്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളോട് പറയുന്നു, ഈ സിസ്റ്റം നിങ്ങൾ വച്ചാൽ എയർപോർട്ടിൽ കൂടെ ആര് കൊലപാതകത്തിന് വരുമോ കള്ളത്തിന് വരുമോ അറിയാൻ പറ്റും. ദുബായ്ക്കാർ ഇപ്പറേ പറയുന്നു 1 ലക്ഷം പേര് വരുന്നു, അമേരിക്കക്കാർ പറയുന്നു ഇവിടെ അനവധി വരുന്നു, ഇന്ത്യയിലും വരുന്നു, ബാങ്ക് കൊള്ളയ്ക്കോ കവർച്ചയ്ക്കോ വരുമോ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എയർപോർട്ട് അതോറിറ്റികൾ പറയുന്നു, മനുഷ്യൻ പ്ലെയിനിൽ നിന്നിറങ്ങി റൺവേ കൂടെ ഇറങ്ങി വരുമ്പോൾ ദാണ്ടി ലൈറ്റ് കത്തുന്നത് പോലെ മൈക്രോചിപ്പ് വെച്ചാൽ അവൻ്റെ തലയിൽ അന്നേരം എന്തായിരിക്കുന്നത്? കൊല്ലാനോ കൊലപാതകമോ ATM തട്ടിക്കാനോ ലാപ്ടോപ്പിൽ കാണും. പുതിയ സ്പെഷ്യൽ ബ്രാഞ്ച് വന്ന് ഇന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പിടിക്കുന്ന പോലെ ആരും അറിയാതെ വരുന്നവനെ അകത്തുകൊണ്ടു. അങ്ങനെയെങ്കിൽ കുറ്റമില്ലാത്ത ലോകം കൊണ്ടുവരും. വെള്ളക്കുതിരയുടെ പുറമോടി സമാധാനമെന്ന് പറയുന്നു. 2 കഴിഞ്ഞ് 3, 4 എല്ലാവരും കേൾക്കണം. കുഞ്ഞുങ്ങൾ, ഇവിടെ ടെക്നോ പാർക്ക്, ഇവിടെയും ജോലിക്കാർ കാണും. UST ഗ്ലോബൽ, അത് കഴിഞ്ഞിട്ട് ടാറ്റ കൺസൾട്ടൻസി, അവിടുത്തെ ശമ്പളം എത്ര? 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ ഓരോരുത്തർക്ക് ശമ്പളം. ചില മാനേജർക്ക് 35 ലക്ഷം ശമ്പളം. ഇൻഫോസിസ്. അപ്പോൾ അവിടുത്തെ കമ്പനി വരുന്ന കൊട്ടേഷൻ ആര് മറിക്കും? മാനേജർമാർ മറിക്കുമെന്നുള്ളത് സംശയം. അപ്പോൾ അതുകൊണ്ട് ഓണറിന് വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ ഓണറിനോട് ഇപ്പോൾ എലോൺ മസ്ക് ഒരു സിസ്റ്റം കൊടുത്തിരിക്കുക. ദാണ്ടെ ഒരു മൈക്രോചിപ്പ് വെച്ചാൽ ആ മൈക്രോചിപ്പിൻ്റെ ബാർകോഡ് ഓണറിൻ്റെ ലാപ്ടോപ്പിൽ ലിങ്ക് ചെയ്താൽ പാസ്റ്ററെ യവൻ ആരോട് സംസാരിക്കുന്നെന്ന് എഴുതി വരുമെന്ന്. സ്വോത്രം. എന്തൊരു ലോകം! പറഞ്ഞുതരാം. പണ്ട് നിങ്ങൾ വാഹനം എടുക്കും, ലോൺ എടുക്കും. ലാസർ ചാൻ ഇവിടെ ഇരിക്കുന്നു, പല വണ്ടിയുള്ളവർ ഇവിടെ ഇരിക്കുന്നു. 28-ാം തീയതി ആകുമ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഫോൺ വരത്തില്ലയോ? 31-ാം തീയതി ലോൺ അടയ്ക്കണം, ഇല്ല ഞങ്ങൾ ഗുണ്ടകളെ വിട്ട് പിടിക്കുമെന്ന്. സന്തോഷമില്ലയോ? സ്വോത്രം. ഇപ്പോൾ അച്ഛൻ രാത്രി കട്ടൻ ചായ കുടിച്ച് കിടക്കുമ്പോൾ ഒരു മെസ്സേജ്, കീ കൂക്കു, ലോണിൻ്റെ സമയമായി. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ മൊബൈലുമായിട്ട് സോഫ്റ്റ്വെയർ ബന്ധിച്ചെങ്കിൽ ഇന്നത്തെ വൻകിട കമ്പനികൾ ഒരു സംഭവം നടക്കാൻ പോകുന്നു. എന്താ സംഭവം എന്നറിയാമോ? ഈ മൈക്രോചിപ്പ് വെക്കാൻ 5-ാമത്തെ ഒറ്റ കാര്യം കൂടെ കേട്ടൊരു വാക്യം, 2 സംഭവം കൂടെ പറയുമ്പോൾ നിർത്താം. ഇന്ന് നിങ്ങൾ ATM, നമ്മുടെ കളിക്കാവിളയിൽ മൂവോട്ട് വേണത്തെ ശോഭന സിസ്റ്റർ പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ ഹിന്ദിക്കാരൻ പാട്ട് പാടും, തുച്ചേ ദേക്കാത്തോകെ ജാനാസനം. ശോഭന ചേച്ചി കാണാനല്ല, ഇത് കിട്ടിയാൽ അടിച്ചുകൊണ്ട് പോകാം. സ്വോത്രം. അതുകൊണ്ടല്ലേ അന്ന് ATM തട്ടിപ്പ്, ആ തട്ടിപ്പ്, ബാങ്ക് തട്ടിപ്പ്, പിന്നെ ഇന്ന് മൊബൈൽ വഴി ലോട്ടറി അടിച്ചു, KYC. അപ്പോൾ ഫെഡറൽ ബാങ്കും എല്ലാ ബാങ്കുകാരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ATM-ൽ ഈ ചിപ്പ് മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്താൽ കറൻസി രഹിത ലോകം. കരമുയരുന്നില്ലല്ലോ. ഗൂഗിൾ പേയും ഫോൺ പേയും എല്ലാം മാറി മനുഷ്യൻ്റെ മുൻപിൽ ചിപ്പ് വരാൻ പോകുന്നു. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. പ്രസംഗം അവസാനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ 2 ചിപ്പ് നമ്മുടെ ശരീരത്തിനകത്ത് കയറുമോ? മോളെടുക്കണം. എഫേസ്യർ 4:30. 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവാ. എന്താ എഫേസ്യർ 4:30? 1 ആധാർ, 2 ഇൻഫോസിസ്, 2 ആനയുടെ വാൽ, 3 ബാങ്കിൽ ATM കാർഡ്, 4 പാസ്പോർട്ട്, 5 നിങ്ങളുടെ വണ്ടിയിൽ ഫാസ്ടാഗ്, 6 QR കോഡ്. അച്ചായ അമ്മാമേ, ഇനി 1 ഉള്ളു കൈമേലും നെറ്റിമേലും മുദ്ര. അങ്ങനെയെങ്കിൽ 2 മുദ്ര ഒരു മനുഷ്യൻ്റെ ശരീരത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കൂ. ഇതാ ഇന്നത്തെ പ്രസംഗം. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ, നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. എഫേസ്യർ ലേഖനം 4:30. കുഞ്ഞു വായിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എല്ലാവരും വാക്യം എടുത്തോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അടുത്ത വാക്യം. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ഈ എലോൺ മസ്കിന്റെ സാത്താന്റെ മുദ്ര നമുക്ക് കേൾക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. കരമുയർത്തുന്നവർക്കായി പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. 7ാമത് പകൽ മൂവോട്ടുകോണം. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ മൂവോട്ടുകോണമേ
നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും. ഇന്ന് രാത്രി പകൽ നാട്ടുകാരോടും വീട്ടുകാരോടും, ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. രാജ്ഘട്ടിനകത്ത് രാജീവും ഇന്ന് രാജീവ് ചാച്ചാജിയൊക്കെ കിടക്കുന്നു. കാർൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ കിടക്കുന്നു. ഇന്ന് പകൽ സ്റ്റാലിനും ലെനിനും റഷ്യ കിടക്കുന്നു. എന്നാൽ ചങ്കൂറ്റമുണ്ട് ഈ സഭായോഗത്തെ നമുക്ക്. പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. അപ്പച്ചാമ്മച്ചി മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ യേശു ഇനി കാനാവിലെ കല്യാണ വീട്ടിലല്ല വരുന്നത്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി കരം ഉയർത്തുന്നവർക്കായി അവൻ രണ്ടാമത് മടങ്ങി വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.